മൈ ചാനൽ ഡേ ഓഫ് ശില്പ. അപ്പോൾ നമ്മൾ ഒരു കുറേ നാൾക്ക് ശേഷമാണ്, ഏകദേശം എനിക്കൊരു 2 വീക്സ് ആയെന്ന് തോന്നുന്നു, ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഞങ്ങളുടെ കോഴ്സൊക്കെ ഏകദേശം ഫൈനൽ ഇതായിട്ട് ഇരിക്കുകയാണ്. അത് ഞങ്ങളുടെ കോഴ്സ് തീർന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഡെസർട്ടേഷൻസ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ലാഗ് അടുപ്പിക്കാതെ നമുക്ക് കണ്ടൻറ്റിലേക്ക് പോവാം. വൈറ്റ് ഡിസ്ചാർജ് നോർമലാണോ അബ്നോർമലാണോ എന്നാണ് അനഘ ചോദിച്ചത്. അതെനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഡൗട്ടായിട്ട്, എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് അപ്പോൾ ആ ടൈമിൽ, അതായത് ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ വജൈനൽ വഴി വരുന്ന ഒരു ഫ്ലൂയിഡ് എന്ന് പറയാൻ പറ്റുമല്ലോ, ഒരുമാതിരി ക്രീമി കണക്കിരിക്കുന്ന ഒരു ഇതാണത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒബ്വിയസ്ലി അത് നോർമൽ തന്നെയാണ്, അത് ഒരിക്കലും അബ്നോർമൽ അല്ല. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു ആദ്യമായിട്ട് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം മുതൽ നമുക്ക് എന്ത് ചെയ്യും, ഈ വൈറ്റ് ഡിസ്ചാർജ് കണ്ടു തുടങ്ങും. അത് ചിലപ്പോൾ നമ്മുടെ പീരീഡ്സ് ഡേറ്റ് ആകുന്നതിനൊരു 1 വീക്ക് മുമ്പോ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. പിന്നെ കൂടുതലായിട്ടും വൈറ്റ് ഡിസ്ചാർജ് കണ്ടുവരുന്നത് സെക്ഷലി ഇൻട്രാക്ട് ചെയ്യുന്നത്, അതായത് സെക്സ് ചെയ്ത് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കൂടുതലും വൈറ്റ് ഡിസ്ചാർജ് കണ്ടുവരുന്നത്. അല്ലാണ്ട് ഇപ്പം അത് ഓവറായിട്ട് കാണുവാണ് എന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ തന്നെയാണ്. നോർമൽ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് അബ്നോർമൽ തന്നെയാണ്. പക്ഷെ അത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പം സാധാരണ ഞാൻ പറഞ്ഞില്ലേ, പീരീഡ്സിന് മുമ്പൊക്കെയാണ് ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് പോകാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഇവിടെ നിൽക്കുന്ന ഹൗസ് മേറ്റ് തന്നെ, അവൾക്ക് ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൾ ഡോക്ടറിനെ കാണിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവൾക്കത് കുറവുണ്ട്. പക്ഷെ അവൾ പറയുന്നത് മേ ബി ഇപ്പോൾ അവിടെ വന്ന് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്ന് അവൾക്ക് അറിയില്ല. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവൾ ഡോക്ടേഴ്സ് പറഞ്ഞ രീതിയിൽ അവൾ കറക്റ്റ് ഫുഡിലൊക്കെ ചേഞ്ച് വരുത്തി, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം. ഇപ്പോൾ അവൾക്ക് എന്തായാലും ഇത് നോർമലായിട്ടാണ്, ഓക്കെ. അപ്പം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻസും ഒക്കെ സംഭവിക്കാറുണ്ട്. അതായത് ഇപ്പം നോർമലായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ക്ലിയർ വൈറ്റോ അല്ലെങ്കിൽ ക്രീമി വൈറ്റോ ഒക്കെ ആയിരിക്കും, നമുക്കത് അറിയാൻ പറ്റും. അത് മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലോ ഓഡറോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല, പെർഫെക്റ്റ് ക്ലിയർ ആയിരിക്കും. പിന്നെ നമ്മുടെ സൈക്കിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിള്, അതിന് നമ്മുടെ മെൻസ്ട്രേഷൻസ് ഇപ്പോൾ ഏകദേശം ഒന്ന് അടുത്തിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കുറച്ചും കൂടെ ക്ലിയറും ഭയങ്കര സ്ട്രാച്ചി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതേ രീതിയിൽ ഇത് കാണപ്പെടാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസിൽ ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഈ പറയുന്ന കണക്ക് സെക്ഷലി ആയിട്ടുള്ള കണക്ഷൻസ് വരുന്ന ടൈമിലായിരിക്കും പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ വന്ന് കാണപ്പെടാറുള്ളത്. അപ്പോൾ അത് ഇറ്റ്സ് നോർമലായിട്ടുള്ള കേസ് തന്നെയാണ്. അബ്നോർമൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കളറിൽ ചേഞ്ചസ് വരും. അതായത് ഈ ക്രീമി ആയിട്ടുള്ള ഇത് മാറിയിട്ട് ചിലപ്പം യെല്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു കളറിലേക്ക് ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് ആകുമ്പോഴാണല്ലോ നമുക്കൊക്കെ അത് പീരീഡ്സിൻ്റെ ആ ഒരു ഇതിലേക്ക് മാറുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ക്രീമി കളറിൽ നിന്നും ഒരു യെല്ലോ ഒക്കെ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനാണ്. അതായത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ബോഡിയുടെ അകത്ത് യൂട്രസിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻസിൻ്റെ ഇത് ഉള്ളത് കൊണ്ടാണ് വൈറ്റ് ഡിസ്ചാർജ് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ളതിലേക്ക് മാറുന്നത്. അതായത് നമ്മുടെ ബോഡിയിലൊരു pH വാല്യൂ ഉണ്ട്. ആ pH വാല്യൂൻ്റെത് ഒരു പക്ഷേ മേ ബി കൂടാം കുറയാം. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വേണം എപ്പോഴും നമ്മുടെ ബോഡിയിൽ നിൽക്കാനായിട്ട്. അപ്പോൾ pH വാല്യൂൻ്റെ അളവ് കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്ത് വരുന്നത്, ഈ പറയുന്ന ഈസ്റ്റ് ഇൻഫെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വജൈനയിലെ കൂടെ പാസ് ചെയ്യുന്ന ഈ വൈറ്റ് ഡിസ്ചാർജിൽ എന്ത് ചെയ്യും, കളർ ചേഞ്ചസ് ഉണ്ടാവും. കളർ ചേഞ്ചസ് ഉണ്ടാകുന്ന മാത്രമല്ല ഭയങ്കര സ്മെല്ലായിരിക്കും, അതൊരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അത് അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. നമുക്ക് ഒട്ടും നമുക്ക് തന്നെ അത് പേഴ്സണലി അത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഭയങ്കര ഇറിറ്റേഷൻസും ഇച്ചിങ്ങും ബേണിങ്, അതൊരു കത്തൽ, നമുക്കിവിടെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെപ്രാളമായിരിക്കും. ഭയങ്കരമായിട്ട് നമുക്കത്
പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ഒരു ഇത് വരാനുള്ള അതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോഴും നിങ്ങൾ മനസ്സിലേക്കുള്ള എന്തോ ഒരു അബ്നോർമലായിട്ട് കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചില കേസുകളിൽ പീരീഡ്സ് അല്ലാതിരിക്കുന്ന ടൈമിൽ ബ്ലീഡിങ് വരെ ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ടൈമാണ്. അതിന് മുമ്പൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ, അതായത് ഡിസ്ചാർജ് ഫ്ലോ ചെയ്യുമ്പം തന്നെ നമുക്ക് ഈ പറയുന്ന കണക്ക് ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ ഭയങ്കര ബാഡ് സ്മെല്ലോ ഇപ്പം നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആദ്യം തന്നെ സ്വയം ഇതൊക്കെ അയ്യോ ഇതൊന്നും എനിക്ക് എന്താ പറയുക, ഇതൊക്കെ ഞാൻ എങ്ങനെ വായിക്കുള്ളടത്ത് എങ്ങനെ ഷെയർ ചെയ്യും, ഞാൻ എങ്ങനെ ഇത് വായിക്കുള്ളടത്ത് പറയും എന്ന രീതിയിൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാതെ വീട്ടിലുള്ള ആരാന്ന് വെച്ചാൽ അവരെടുത്ത് കാര്യം തുറന്ന് പറയാം. അത് അമ്മയാണെങ്കിൽ അമ്മ, ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെ പറയാം. അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഈ മാരീഡൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആയിട്ട് എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടെയൊക്കെ മെച്ചുവേർഡ് ആണല്ലോ. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, കാര്യം ഞാൻ മാരീഡ് അല്ല. അപ്പോൾ പക്ഷെ എന്നാലും സാമാന്യം ഇത് ചില ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒട്ടും പേടിക്കാതെ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറയാം, ഇങ്ങനൊരു സംഭവം ഉണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുക, അതിനനുസരിച്ച് വേണ്ട രീതിയിൽ ഡോക്ടറിനെ കണ്ട് അവൻ്റെ ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ അവർ ടാബ്ലറ്റ് തരും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുഡിനൊക്കെ ചിലപ്പം നമ്മൾ കുറച്ച് ഫുഡ് ഇതൊന്ന് അതായത് നമ്മുടെ pH വാല്യൂ ബാലൻസ് ആയിട്ട് വരാനായിട്ട് ക്രാൻബെറി ജ്യൂസൊക്കെ കണ്ടിന്യൂസ് കുടിക്കാനൊക്കെ പറയാം. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ചില ഇത് മെയിൻറ്റെയിൻ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതങ്ങ് ഓക്കെ ആയിട്ട് വരും. ഇത് ഭയങ്കര ടെൻഷൻ ആവേണ്ട കാര്യമോ ഒന്നുമില്ല. പിന്നെയുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്സ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ഡിസ്ചാർജ് അത് ആ ഒരു രീതിയിൽ കാണപ്പെടാറുണ്ട്. പിന്നെ ഇറിറ്റേഷൻസ്, ഈ പറയുന്ന വൈറ്റ് ഡിസ്ചാർജ് സംഭവിക്കുന്നത് നമ്മൾ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള സെക്ഷൽ ട്രാൻസ്മിഷൻ അല്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ സേഫ് ആയിട്ടുള്ള രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ പറയുന്ന രീതിയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും, അതായത് രണ്ട് പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും രീതിയിൽ സേഫായിട്ടും ഓക്കെ ആയിട്ടും വേണം ഇതിനെയൊക്കെ കാര്യങ്ങൾ എടുക്കാനും ഇതിനെപ്പറ്റി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം അല്ലെങ്കിൽ അത് ഭയങ്കര കാര്യം, പല ആൾക്കാരും തിരിഞ്ഞും മറിഞ്ഞും ഡോക്ടേഴ്സും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വജൈനൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്, അത്രമാത്രം സോഫ്റ്റാണ്. അപ്പം അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മേ ബി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ചില ആൾക്കാർ അവിടെ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പം നമ്മൾ അത്രയും സേഫായിട്ട് വേണം ഓരോ കാര്യങ്ങളും കണ്ട് അറിഞ്ഞ് ചെയ്യാനായിട്ട്. ഈ പറയുന്ന അബ്നോർമലായിട്ടുള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് പല ടൈപ്പ് കൊണ്ട് നമുക്കിത് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മെയിനായിട്ട് നമുക്കൊരു 4ആയിട്ട് തിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷനെ കൊണ്ടായിരിക്കും, രണ്ടാമത്തത് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ കൊണ്ടായിരിക്കും, മൂന്നാമത്തത് നമ്മൾ സെക്ഷലി ട്രാൻസ്മിഷൻ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഇൻഫെക്ഷൻസ് കൊണ്ടായിരിക്കും. പിന്നെ വരുന്നത് അട്രോഫിക് വജനൈറ്റിസ് അട്രോഫിക് വജനൈറ്റിസ് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വരാറുണ്ട്. ആക്ച്വലി എനിക്കിത് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ലാപ്പിൽ നോക്കിയാണ് പറഞ്ഞു തരുന്നത്, കാര്യം എൻ്റെ പേര് പെട്ടെന്ന് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഓക്കെ, ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് നമുക്ക് ബോഡിയിൽ കണ്ടുവരുന്നത്. നമ്മുടെ ഈ പറയുന്ന നമുക്ക് pH വാല്യൂൻ്റെ ഇത് ഇൻക്രീസ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ അധികം ഇല്ലാതെ വരുമ്പോഴായിരിക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻസ് കൊണ്ട് വൈറ്റ് ഡിസ്ചാർജിന് ഒരു ചേഞ്ചസ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന കണക്ക് ജസ്റ്റ് അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ ഭയങ്കര ഇച്ചിങ്ങും ഇറിറ്റേഷൻസും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന കണക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പറയുമ്പോഴത്തേക്കും ഡിസ്ചാർജിൻ്റെ കളറിൽ ചേഞ്ചസ് ഉണ്ടാകും. അതൊരു ഭയങ്കര ഒരു ഫിഷി ആയിട്ടുള്ളൊരു കളറായിരിക്കും. അത് കുറച്ചും കൂടെ ആ ക്രീമിൽ നിന്ന് മാറി ഒരു പ്രത്യേക തരം ഒരു കളറിലേക്ക് മാറും, ഭയങ്കര സ്മെല്ലും ആയിരിക്കും. ആ ടൈമിലാണ് ഈ പറയുന്ന കണക്ക് ഈ ഭയങ്കരമായിട്ടുള്ള ബേണിംഗ് ഒക്കെ സംഭവിക്കുന്നത്. അത് കൂടുതലും സെക്സിന് ശേഷമാണ് കണ്ടുവരുന്നത്. അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. പിന്നെ സെക്ഷലി ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതും ഈ പറയുന്ന പോലെ സെയിം സിംറ്റംസ് തന്നെയാണ്, ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ബേണിങ്ങും. പിന്നെ അത് ചിലപ്പോൾ ബ്ലീഡിങ് വരെ ഉണ്ടാകുന്നൊരു ചാൻസസും വരാറുണ്ട്. അതായത് ഈ പറയുന്ന കണക്ക് കറക്റ്റായിട്ടുള്ളൊരു സെക്ഷൽ അതായത് കൂടുതലും നമ്മളിപ്പം എന്താ ഇപ്പം പറയാം,
അല്ലൊന്നുമില്ല. കൂടുതലും ഈ പറയുന്ന കണക്ക് അധികം ഈ പ്രൊട്ടക്ഷൻസ് ഒന്നും യൂസ് ചെയ്യാതെയൊക്കെ വരുന്നൊരു അതായത് സേഫ് ആയിട്ടുള്ളൊരു സെക്സ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഈ പറയുന്ന കണക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻസ് വന്നിട്ട് ഡിസ്ചാർജിന് അത് അബ്നോർമൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞതാണ് അട്രോഫിക് വജൈനൈറ്റിസ് ആണ്. അത് കൂടുതലും മെനോപോസ് വുമണിലായിരിക്കും കണ്ടുവരുന്നത്. മെനോപോസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്കും പീരീഡ്സ് നിൽക്കുന്ന അമ്മമാരില്ല, അതായത് ഒരു 40-50 ശേഷം അവർക്ക് പീരീഡ്സ് നിന്ന് കഴിഞ്ഞിട്ടും ഈ പറയുന്ന ഡിസ്ചാർജ് അവർക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവരുടെ ഹോർമോൺ ചേഞ്ചസോ അങ്ങനെയൊക്കെ കൊണ്ടും എന്ത് ചെയ്യാനുണ്ട്, ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മേ ബി എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർക്ക് കൂടുതലും ഈസ്റ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ആയിരിക്കും മേ ബി. ഇപ്പം ആ ഒരു നമ്മളെ പോലെയൊക്കെയുള്ള ആൾക്കാർക്ക് കൂടുതലും ഈസ്റ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. കാര്യം ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ ഫുഡിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് വരുമ്പോഴും ഒക്കെ അങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഹോർമോൺസിന് ഇതുകൊണ്ടായിരിക്കും. ബാക്കി ഞാൻ ഈ പറഞ്ഞ് കൂടുതലും കണ്ടുവരുന്നത് അമ്മമാരിലോ അല്ലെങ്കിൽ ആഫ്റ്റർ മാരീഡ് വുമൺസിലോ ഒക്കെ ആയിരിക്കും ആ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻസും മറ്റു കാര്യങ്ങളും കണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഡോക്ടറിനെ ഈ പറയുന്ന ഓരോ സിറ്റുവേഷനിലും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എടുത്തടിച്ചണക്ക് പോയി കാണണമെന്നല്ല, നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഓക്കെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പോയി ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്. ചില കേസുകളിൽ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും, മിക്ക കേസുകളിലും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 1 ഇയറോ അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ കൊണ്ട് ആൻറ്റിബയോട്ടിക് അങ്ങനെ കഴിച്ച് നിർത്തേണ്ടി വരും. ചിലപ്പോൾ ഈ പറയുന്ന നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ അല്ലാണ്ടൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഈ പറയുന്ന കണക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കുറേയൊക്കെ അത് അവർ പറയും എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഇതിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിസിൻസ് ഒക്കെ കഴിച്ച് നമുക്കിത് ആ ഒരു കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിൽ മൈന്യൂട്ടായിട്ടുള്ള എന്ത് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ, കാര്യം നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡിയിൽ നമ്മളറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ആദ്യം എന്ത് സംഭവിച്ചാലും നമ്മളെ അറിയത്തുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ അത്രയും കെയർ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരാണോ നമ്മുടെ, കൂടുതലും ഞാൻ പേരൻസിനെ തന്നെ പ്രിഫർ ചെയ്യത്തുള്ളൂ. പേരൻസിൻ്റെ അടുത്ത് പറയുക, പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വീട്ടിൽ പറയാം ഇങ്ങനൊരു സംഭവം ഉണ്ട്. കാരണം വെച്ചാൽ ചിലപ്പോൾ ചില പിള്ളേർക്കൊന്നും ഇപ്പം നമ്മുടെയൊക്കെ ഒരു 20, 21, 22 ആ ഒരു ഏജിലേക്ക് അങ്ങോട്ടൊക്കെ 20s മുകളിലോട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞു വരുന്ന പ്രായമാണ്, നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പം നമ്മൾ കൂടുതലും ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും. പക്ഷെ അധികം എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ കാര്യം ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറുപ്രായത്തിലാണ് മിക്ക കുട്ടികളും പീരീഡ്സ് ആവുന്നത്. എന്ന് വെച്ചാൽ അവർ എന്താണെന്ന് മനസ്സിലായി തുടങ്ങുന്നതിന് മുൻപ് ഒരു പീരീഡ്സ് ആ ഒരു ലെവലിലേക്ക് അവർ മാറുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പേരൻസ് അത് നോട്ടീസ് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. വച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, ഒന്നും വച്ചുകൊണ്ടിരിക്കുന്നതോറും അത് ഭയങ്കര കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള ഇതൊന്നും എനിക്കില്ല. ഇത് തന്നെ ഞാൻ റീസർച്ച് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലാപ്പ് തുറന്നു വെച്ചിട്ട് ലാപ്പിൽ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എനിക്ക് അത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, ബാക്കി ഞാൻ ആ രീതിയിലൊക്കെ നമ്മൾ റിസർച്ചൊക്കെ ചെയ്തിട്ട് ആയിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ അല്ലാണ്ടൊരു വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.